പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഇടിയപ്പമാണ്. ഇടിയപ്പം എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലത്ത് പറയണത് നൂലപ്പം പറയും, ഇടിയപ്പം പറയും, നൂൽപ്പിട്ട് എന്ന് പറയും. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോന്നാണ് പറയണത്. പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു അതിഥികൾ വന്നു, നമ്മൾക്ക് പെട്ടെന്ന് പാരിപ്പൊടി ഉണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോണത്. നമ്മൾക്ക് ഫസ്റ്റ് വേണ്ടത് വെള്ളം ഒന്ന് നല്ലപോലെ തിളപ്പിക്കണം. അപ്പൊ നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. വെള്ളം ഒന്ന് വെച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് നല്ലപോലെ തിളക്കട്ടെ. അപ്പൊ നമുക്ക് ഇവിടെ ഇടിയപ്പത്തിന് വേണ്ടത് പച്ച അരി വറുത്ത് പൊടിച്ചതാണ്. നല്ല നൈസായി പൊടിച്ചിട്ട് വന്നതാണ് പച്ച അരി വറുത്ത് പൊടിച്ചത്, ഉപ്പ്, പിന്നെ നമ്മുടെ ഈ അച്ച് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. എനിക്ക് ഒരാൾ സമ്മാനിച്ചതാണ് ഈ അച്ച്. 50 കൊല്ലത്തിൻ്റെയും മുന്നിൽ പഴക്കമുണ്ട്. നോക്കിക്കോളൂ, നമ്മളവിടെ അധികം അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ അച്ച്. എനിക്കൊരമ്മ സമ്മാനിച്ചതാണ്. പഴയ കാലത്തെ എന്ന് പറയുന്ന സമയത്ത് ഇതാണ്ടല്ലേ, ഇതൊക്കെ പിച്ചളയിൽ ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ പിച്ചളയാണ്. പിച്ചള കൊണ്ട് കെട്ടിയിരിക്കുകയാണ് ഇവിടെയൊക്കെ, കണ്ടില്ലേ. നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഇതുപോലെ ചെയ്തു തരാൻ പറഞ്ഞാൽ ആരും ചെയ്യില്ല. അധികം കടകളിൽ നമ്മൾ ഇങ്ങനത്തെ കണ്ടിട്ടില്ല. ഇപ്പോഴൊക്കെ പുതിയ മോഡലുകളാണ്. അപ്പൊ ഞാൻ അമ്മ തന്നപ്പോൾ എനിക്ക് ഭയങ്കര ആശ പോലെ തോന്നി. നമുക്ക് കൈക്ക് പിഴിയ ഈസി ചെയ്യണമെന്നും തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നോക്കോളൂ, വെള്ളം വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 3 കവള് അരിപ്പൊടി എടുത്തിടാം. ആളനുസരിച്ചിട്ട് എടുത്തോളൂ. ഞാനൊരു 3 കവള എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നേരിട്ട് തന്നെ ഇട്ടോളൂ. ഇത്തിരി ഉപ്പ്. നമുക്കിനി തിളച്ച വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നോക്കിയിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ, ചൂടുവെള്ളം. അപ്പൊ നമ്മൾ ആ ചൂടുവെള്ളം ഉപ്പ് നേരത്തെ ഇതിലേക്ക് ഇട്ടു. നല്ലപോലെ അതങ്ങനെ കുഴച്ചിട്ട് എല്ലാവിടെയും എടുക്കണം. നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കണം, എന്നാലേ നമുക്ക് പുഴിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഇത് നല്ല ചൂട് ആയതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് കുഴക്കാൻ പറ്റില്ല. അതാണ് സ്പൂണിട്ട് കുഴക്കുന്നത്. അതാണ് ആവി പോയിക്കൊണ്ടിരിക്കണം. തിളച്ച വെള്ളമല്ലേ. ഇത് വീട്ടിൽ നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റിയതാണ്. ഒരു അതിഥികളൊക്കെ വരികയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് ഏത് അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം. അപ്പം കടയിൽ നിന്ന് മേടിക്കുന്നതായാലും ശരി, നമ്മുടെ വീട്ടിൽ പച്ചരി പൊടിച്ചതാണെങ്കിലും ശരി, ഏത് വെച്ചിട്ടും ഇത് ചെയ്യാം. അപ്പൊ നമ്മുടെ മാവൊക്കെ ഇവിടെ കുഴച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പൊ വെള്ളം നല്ലപോലെ തിളക്കട്ടെ. നമ്മുടെ നൂലപ്പൊക്കെ ഒന്ന് ഇലയിൽ പിഴിഞ്ഞെടുക്കാം. അപ്പൊ നമ്മുടെ ഇലയൊക്കെ നല്ല സെറ്റാക്കി നേരത്തെ ഞാൻ കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നല്ലപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒന്ന് മാവ് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ചൂടുണ്ട് കയ്യില്, കുഴപ്പമില്ല. മാവ് കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ആവണില്ല, കണ്ടില്ലേ, അങ്ങനെ ആവണം. പഴയ 50 കൊല്ലത്തിൻ്റെയും മേലെ പഴക്കമുള്ളതാണെങ്കിൽ നല്ല നമുക്ക് ഈസിയാണ് ഇതിൽ പിഴിയാൻ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പിഴിയാൻ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പവർ. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് വെച്ച് കൊടുക്കാം. മൂടി അപ്പോൾ ഒന്ന് വേട്ടെ. നമുക്കെല്ലാം അതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പൊ നമ്മുടെ നൂലപ്പം ഒന്ന് വെന്താ നോക്കാം നമുക്ക്. ഇടിയപ്പം, ഓ സൂപ്പർ. നോക്കോളൂ, നമുക്ക് അടുത്തതൊന്ന് വെച്ച് കൊടുക്കാം. അതും കൂടെ ഒന്ന് വേവട്ടെ. ഓ അടിപൊളിയായിട്ട് ഇതും വന്നിട്ടുണ്ട്. നോക്കോളൂ, നമുക്കപ്പോൾ പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം. നോക്കിക്കോളൂ, ഒന്നും കൂടെ നമുക്ക് എടുത്തിടാം. ഒരു സൈഡിൽ നിന്ന് എടുത്ത് കിട്ടിയാൽ പിന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം ഇങ്ങനെയാണ് റെഡിയാക്കണത്. നോക്കിക്കോളൂ, നല്ല ഇതിലിനി കറിയും കൂടെ അങ്ങോട്ട് ഒഴിച്ചാൽ അടിപൊളിയായിരിക്കും. പിന്നെ ഒന്നാമത്തെ കാര്യം, പെട്ടെന്നൊരു അതിഥികൾ വന്ന് വെച്ചാൽ സെക്കൻഡ് നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്നു. വെള്ളം തിളപ്പിക്കേണ്ട ഒരു പാടും ഇഡ്ഡലി പാത്രത്തിൽ ഒന്ന് ആവി കയറ്റേണ്ടതും. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. ഇതിലേക്ക് എന്ത് കറിയും ചേരും.
ഇഷ്ടം ഉണ്ടാക്കാം. ചിലപ്പോൾ വീട്ടിൽ ചിലപ്പോൾ സാമ്പാറായിരിക്കാം, അതുകൂട്ട കഴിക്കാം, അതിനും അടിപൊളിയായിരിക്കും. പിന്നെ ഇപ്പം കറി ചിക്കൻ എന്താ വെച്ചാൽ അടിപൊളിയായിരിക്കും ഇതിലേക്ക് ചേർന്ന് കഴിക്കാനുള്ളതായിട്ട്. ചെറിയ കുട്ടികൾക്ക് വരെ നമുക്കിത് കൊടുക്കാം. എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചരി വറുത്ത് പൊടിച്ചതാണ് നൈസായിട്ട്. എന്നാലേ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാൻ കിട്ടും. ഞങ്ങളുടെ വീട്ടിൽ തന്നെ തയ്യാറിച്ചതാണ് പൊടി. അപ്പൊ നമുക്കിതൊക്കെ ഒന്ന് ആവി കയറ്റി എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ ബാബു, നമ്മുടെ നൂൽപുട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കിയാലോ? 10 മിനിറ്റ് കൊണ്ട് ചറവറായി കുഴക്കുന്നു. എല്ലാം ടക്കയെന്നാണ് നമ്മുടെ നൂലപ്പം ഉണ്ടാക്കിയത്. അപ്പൊ എന്തായാലും കഴിക്കുക അല്ലേ? നല്ല ചന്തത്തിൽ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പുഷ്പമ്മ. അപ്പൊ നമ്മുടെ നൂലപ്പം എടുക്കട്ടെ, ഒന്ന് എടുത്ത് പ്ലേറ്റിലിട്ടോളൂ. പ്ലേറ്റ് ഒക്കെ റെഡി ആയി കൊണ്ടുവന്നിട്ടാ എടുക്കാച്ചി നൂലപ്പം ഇതാ. എന്ത് രസമാണ് നോക്കുക, എത്ര സോഫ്റ്റ് ആണ് നോക്കുക. അങ്ങനെ ഇങ്ങനെ 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 അലിഞ്ഞു പോണ നൂലപ്പാണ്. അതിനെ പറ്റിയ ഒരു കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഗംഭീരം. അതിന് പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ട് അല്ലേ? നല്ല തേങ്ങ പോലെ ഒഴിച്ച ചിക്കൻ കറി അല്ലേ? ഇതിനെ പറ്റിയ ഒരു കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്ക് എങ്ങനെ ഇരിക്കണം. അടിപൊളി ഓണപ്പൻ ചിക്കൻ കറി. നൂലപ്പം അല്ലേ? ഇതിന് വേറെന്തോ പേര് പറയുമല്ലോ? ഇടിയപ്പം. ഇടിയപ്പം, ഇടിയപ്പം, നൂലപ്പം, നൂൽപ്പിട്ട് എല്ലാം പറയും. കേരളത്തിൽ എല്ലാവരുടെയും പല പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ സംഭവം ഏതൊക്കെ പേരിൽ അറിഞ്ഞാലും ഇതൊരു അട്ടാറ് ഐറ്റമാണ്. കണ്ട നൂല് പോലെ നിൽക്കണ കണ്ടാ. എന്നിട്ട് ഈ ചിക്കനിലങ്ങോട്ട് ഇങ്ങനെ കറിയിൽ ഇങ്ങനെ ഗ്രേവിയിലൊക്കെ മുക്കിയിട്ട് ചിക്കൻ്റെ പീസ് ഇങ്ങോട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ? പുഷ്പമോ അടിപൊളി, സൂപ്പർ. നൂലപ്പത്തിൻ്റെ ആ സോഫ്റ്റ്നെസ്സും ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഗംഭീരമായിട്ടുള്ളൂ. ഇതങ്ങനെ ഈ രഹസ്യം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾക്ക് ഒരു വിരുന്നുകാരാണ് ആരാണ് വെച്ചാൽ വരികയാണെന്ന് വെച്ചാൽ പൊടി ഉണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ്. കറി നമ്മൾ നേരത്തെ വെച്ചതാണ്. അപ്പോൾ നമ്മൾ നൂലപ്പത്തിനും കൂടി എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് പറ്റിയ കറിയാണത്. പെട്ടെന്ന് ചെയ്യണതാണ് ഈ നൂലപ്പം. ആരിന്റെ വീട്ടിലോ ആർക്കും എത്ര അറിയാത്ത ഫുഡ് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു ഫുഡാണ്. എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം കാണിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അതെ അതെ, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് ജസ്റ്റ് അരിപ്പൊടിയും വെള്ളം, അത്രേ ഉള്ളൂ. 3 ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നു. ചുടുവെള്ളമാണല്ലേ ഇതിന്റെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത്. നല്ല ചൂടുള്ള വെള്ളം ഇട്ട് അങ്ങനെ മിക്സ് ചെയ്ത് ചെറിയ ചൂടോടുകൂടി തന്നെ പീച്ചണം അല്ലേ? പൊടി മേടിക്കാം, അല്ല വീട്ടിലുള്ള പൊടി കൊണ്ട് ഉപയോഗിക്കാം. ഏത് പൊടി വെച്ചിട്ടും ഇത് ചെയ്യാം. പക്ഷെ പച്ചരി പൊടിയായിരിക്കണം. അപ്പൊ എന്തായാലും പുഷ്പമ്മ സംഭവം കിടുകിയുണ്ട്. നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? എല്ലാവരും ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയും. ആർക്കും കഴിക്കാതെ ടേസ്റ്റിൽ പിന്നെ പറയാനുള്ള മന്നൻ. നൂലപ്പം, നൂൽപ്പിട്ട്, ഇടിയപ്പം അങ്ങനെ ഏത് പേരിലും അറിയപ്പെടുന്ന ഈ സാധനം ഗംഭീരമായിട്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അറിയിക്കുക. കറി ഇങ്ങനത്തെ ആണെങ്കിലാണ് കറിയും ടെമ്മാണ് അല്ലേ? പക്ഷെ നൂലപ്പം വെറുതെ തിന്നാനും അടിപൊളിയാണ് സംഭവം. ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മളിതിലിപ്പോ നല്ല സോഫ്റ്റ് ആണല്ലോ. അപ്പൊ എല്ലാവർക്കും കഴിക്കാം. പ്രായം ചെറിയ കുട്ടികൾക്കൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പ്രായമായവർക്ക് ഈ കറിയും കൂടി കൊടുക്കുമ്പോ പിന്നെ തിരുതാന്ന് ഇറങ്ങിപ്പോയില്ലേ? അപ്പൊ ഗൈസ് എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ബെൽബട്ടൺ കൊടുക്കുക. എന്നാലും അടുത്ത കിടുക്കാച്ചി വീഡിയോ കാണാൻ പറ്റും പുഷ്പമ്മ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ.